ഈ ഇപ്പൊ ഞണ്ടുകളുടെ നാട്ടിലൊക്കെ ക്യാരക്ടേഴ്സിന് എല്ലാത്തിനും ഓരോരോ പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പൊ ലേസ് തിന്നുകയും ലൈഫിനെ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്ന ഒരു നായകൻ, എന്ത് കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന, ഇപ്പൊ എന്ത് കാര്യം ആലോചിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു അച്ഛൻ, അങ്ങനെ എല്ലാ ക്യാരക്ടറിനൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. എല്ലാം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്ന ഒരു അമ്മ, എല്ലാത്തിനും ഈസി ആയിട്ട് എടുക്കുന്ന ഒരു അമ്മ. അപ്പൊ ഇതിനകത്ത് അനുരാജിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടറിന് ഇതുപോലത്തെ ഓരോ ക്യാരക്ടർ ട്രേറ്റ്സ് ഉണ്ടോ? അതെ, ഇങ്ങനെ അത് ആ ഒരു എല്ലാവർക്കും അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാവർക്കും ഒരു പൊടി വട്ടെന്ന് പറഞ്ഞ പോലെ ചെറിയ ഒരു ആ ക്യാരക്ടറിന് ഒരു ഇതുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് എനിക്കും ഉണ്ടായിരുന്ന ആ ഒരു സംഭവം. അത് ചില സമയത്ത് അൽത്താഫൊക്കെ വന്ന് പറഞ്ഞുതരും, അവിടെ ഒന്ന് പൊടി ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ. അപ്പൊ നമ്മൾ ചെയ്തിട്ട് കാണുമ്പോ ഇത് കൊള്ളാല എന്ന് തോന്നും. അപ്പൊ നമുക്ക് തന്നെ തോന്നും ഇവൻ എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ആ ഒരു സംഭവം പടത്തില് എല്ലാവർക്കും ഓരോ അങ്ങനത്തെ ഒരു പരിപാടികൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് കൂടെ ഉണ്ടത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നടക്കുമ്പോ അൽത്താഫ് പോയിട്ട് പറയും, ചേട്ടാ നടന്നു പോകുമ്പോ ഇങ്ങനെ ചെയ്യാൻ പറയും. അത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അയാൾക്കും ഈ ഒരു ക്രേസി എലമെന്റ് ഉണ്ടാവും. അയാൾ ഇന്ന് ഡയലോഗ് ഒന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മള് ഇരുന്ന് ഡയലോഗ് സംസാരിക്കുന്ന ഒരു ഏരിയ കൂടി ഒരുപക്ഷെ ഒരു പോലീസുകാരൻ നടന്നു പോകും. അപ്പൊ അയാളോട് പറയും ഇവിടെ എത്തുമ്പോ ചേട്ടൻ ഇങ്ങനെ ചെയ്തിട്ട് പോകാൻ പറയും. അപ്പൊ അതൊരു സിനിമയുടെ ഡിസൈനാണ്. പിന്നെ നമ്മള് ഒരുപാട് നാളുകളായിട്ട് ഇന്തൊരു സിനിമ തിയേറ്ററിൽ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെയാ തോന്നുന്നു. നമ്മള് ഭയങ്കര ലോജിക് ഒന്നും പിടിക്കാണ്ട് നമ്മള് സെലിബ്രേഷൻ പോലെ പോയിട്ട് എല്ലാരും കൂടെ ചിരിക്കുന്ന പോലത്തെ പരിപാടികളുണ്ടല്ലോ. ഫഹദിനൊപ്പമാണല്ലോ അഭിനയിക്കുന്നത്. ഫഹദിന്റെ ഇന്റർവ്യൂകളുടെ ഇടയിൽ തന്നെ വരുന്ന കമന്റുകളുണ്ട്, ഈസിലി ഓസ്കാർ ഇന്ത്യക്ക് വേണ്ടി വാങ്ങിക്കാൻ പറ്റാവുന്ന ഒരു ആക്ടർ. ആ വിധത്തിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ റൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ആൾക്കാരുടെ ഫാൻ ക്രേസ് ആ വിധത്തില. ഒപ്പം അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഇത്രയും വലിയൊരു ആക്ടറാണ്, അതിനെങ്ങനെയാ കോപ്പപ്പ് ചെയ്ത്? അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യം ഭയങ്കര ടെൻഷൻ ആയിരുന്നു സത്യം അഭിനയിക്കുമ്പോ. എനിക്ക് ആ സീൻ പറയാൻ പറ്റില്ല പടത്തിലുള്ളതുകൊണ്ട്. ആ ഒരു സീനായതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് പരിപാടികളിലൊക്കെ കയറി കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോ അങ്ങനെ അധികം മിണ്ടത്തില്ലായിരുന്നു ആദ്യം. പതുക്കെ പിന്നെ പതിയെ ആള് സംസാരിക്കും. വിനയേട്ടനായിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇരിക്കും. പിന്നെ ആള് സംസാരിച്ചു തുടങ്ങി. ഞാനും എനിക്ക് അങ്ങോട്ട് കയറി മിണ്ടാനുള്ളൊരു പേടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകെ ആള് വരുമ്പോ പിന്നെ നമ്മളെ കാണുമ്പോൾ ചിരിക്കും, അങ്ങനെ ചോദിക്കും. ഒരു പ്രാവശ്യം എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എപ്പോഴും ചിരിക്കും, എന്റെ ഫേസിൽ എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. അപ്പൊ ആള് എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ, ജനിച്ചപ്പോഴും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു ഈ ചിരി. അപ്പൊ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരാളെ കാണുമ്പോ ഓട്ടോമോട്ടീവ് ചിരിയാണ്. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആയി. പിന്നെ ചെയ്യുമ്പോൾ വലിയ ടെൻഷൻ ഇല്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആള് ചെയ്യുമ്പോ സീൻ ഇംപ്രൂവൈസ് ചെയ്യും. ആളും ചില സാധനങ്ങളൊക്കെ പറയുന്നിട്ട് അൽത്താഫിനെ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കും. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു ഇത്രയും നമുക്കൊരു സ്വാതന്ത്ര്യം തരാമെന്നുള്ളത് ഇത്രയും. പക്ഷെ എനിക്ക് അത് ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് ആളുടെ ഉള്ള. അൽത്താഫ് ഇപ്പൊ മണിരത്നം അല്ലെങ്കിൽ ആർ ബാലിക്കോ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി കൊതിക്കുന്ന ഒരാളാണ് ഫഹദ്. ഇപ്പം അദ്ദേഹത്തെ അൽത്താഫ് എന്ത് പറഞ്ഞാണ് കൺവിൻസ് ചെയ്തത്? ഒരു വൺ ലൈൻ സ്പോയിലേഴ്സ് ഇല്ലാതെ പറയാൻ പറ്റുമോ ഒടുങ്ങുതിര ചാടുങ്ങുതിരയെ പറ്റി? ഇല്ല, ബേസിക്കലി കഥ പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് ഞാൻ എഴുതിയ എൻ്റെ മനസ്സിലുള്ള വിഷൻ കഥാരൂപത്തിൽ ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ കഥ പറയാനൊന്നും വലിയ രീതിയിലൊന്നും അറിയില്ല. പക്ഷെ ഞാനത് സമയമെടുത്ത് ഇവിടുത്തെ കഥ പറഞ്ഞു. ഒരു 10 സീൻ കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വെറുതെ വേറെ ചർച്ചകളൊക്കെ പോയി. പിന്നെ ബാക്കി പതിയെ പറഞ്ഞു. അങ്ങനെ അത് ഭയങ്കര അത് കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ഒന്നും അല്ലായിരുന്നു. ഭയങ്കര ഈസി ആയിരുന്നു. പുള്ളി എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളിക്ക് വർക്ക് അല്ലെങ്കിൽ പുള്ളി 5ാമത്തെ സീനൊക്കെ ആകുമ്പോഴേക്കും പറയും നമുക്ക്. എനിക്കങ്ങനെ ഞാൻ ഒരാളുടെ ഇത് സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളൂ. ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ടെൻഷൻ അന്നുമില്ല ഇന്നുമില്ല. അപ്പൊ ആരും ഇല്ലെങ്കിലും എനിക്ക് സിനിമ ചെയ്യണം. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പോണത്. ഫഹദിന്റെ കണ്ണുകളുടെ ഷോട്ടുകൾ വളരെ ഐക്കോണിക് ആണല്ലോ. ഇപ്പൊ വിക്രത്തിലുണ്ട് അല്ലെങ്കിൽ തൊണ്ടിമുതലും ദൃസാക്ഷിയിലൊക്കെ കണ്ണുകളുടെ ഷോട്ട് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പം ഫഹദിന്റെ കണ്ണുകൾ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫഹദിന്റെ കണ്ണുകളിൽ ഇതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സമയത്ത് ഒരു എക്സ്ട്രാ വർക്കോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് റീവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കണ്ണുകളുടെ ഷോട്ട് റൈറ്റ് ലെൻസ് ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ അത് കറക്റ്റ് പുള്ളി ഇമോട്ട് ചെയ്തോളും. അതിന് വേണ്ട കറക്റ്റ് എന്ത് ലെൻസാണ് കറക്റ്റ് ചൂസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് വലിയ അതിലും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. പുള്ളി അവിടെ നിന്ന് ഒരു സാധനം തരും, അത് ക്യാപ്ചർ ചെയ്യുക, അതിനുള്ള കറക്റ്റ് ലെൻസിങ് എന്താണോ അത് പിടിക്കുക. കല്യാണി മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ദുൽഖർ കല്യാണിയോട് ഉപദേശിച്ചിട്ടുണ്ട്, കല്യാണിയുടെ ഒരു ഓൺ എന്തെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി അത് ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ചിലപ്പോൾ വർക്ക് ആയിരിക്കും എന്നുള്ളത്. ഓടുകുതിര ചാടുകുതിരയിൽ അത് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിലും എൻ്റെ പേഴ്സണാലിറ്റി കുറച്ചെങ്കിലും
ഇൻസേർട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഇതിലും ആ ഇമോഷൻസിലും ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ പേഴ്സണാലിറ്റി. ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് വേറൊരു സിനിമ ഉണ്ട് ഈ ഓണത്തിന്, ആ ക്യാരക്ടർ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല, 1% കൂടെ ഇല്ല. സോ ഐ എം ഇൻട്രസ്റ്റഡ് ടു സീ ഹൗ ദാറ്റ് വൺ കംസ്, ബട്ട് ദിസ് ഇൻ ദി ഓണസ്റ്റി ഇൻ ദ ഇമോഷൻസ് ദെയർസ് മീ. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്ത് ക്യാരക്ടർ എടുത്താലും ഒരു പുഷ് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പുതിയ സ്ലാങ് ട്രൈ ഔട്ട് ചെയ്യാനും ശരി, അല്ലെങ്കിൽ ഇപ്പം തല്ലുമലയിലെ പോലെ ഒരു ആറ്റിറ്റ്യൂഡ് പുതിയത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായാലും ശരി, ഈ അത് ക്യാരക്ടർ കയ്യിൽ കിട്ടുമ്പോൾ തീരുമാനിക്കുകയാണ് ഇനി മുതൽ അങ്ങനെ ചെയ്യാന്നുള്ളത്. അത് ഷൂട്ടിങ്ങിന്റെ ഓൺ പ്രോസസ്സിൽ മനസ്സിലാവുകയാണോ ചെയ്യുന്നത്? ഞാനൊരു പുതിയ കാര്യം ഇവിടെ ട്രൈ ഔട്ട് ചെയ്യുക, അങ്ങനെയാണോ ചെയ്യുക? അങ്ങനെ ആക്ച്വലി ഒരു ഫോർമുല ഇല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ഫിലിം. ചില സിനിമയിൽ നമുക്ക് ആദ്യം തന്നെ അറിയാൻ പറ്റും ഇത് വേണമെന്ന്. ചില സിനിമകൾക്ക് ആ പ്രോസസ്സിലൂടെ നമ്മൾ മനസ്സിലാവും ഓക്കെ ഇതാണ് ചെയ്യേണ്ടതെന്ന്. സോ ഇറ്റ്സ് നോട്ട് എ റിയൽ. സുരേഷേട്ട, ഇപ്പം സുരേഷേട്ട ഐക്കോണിക് വില്ലൻ കഥാപാത്രങ്ങളുണ്ടല്ലോ, ഭയങ്കര ഡ്രെഡഡ് ആയിട്ട് ഒരു തരി പോലും കരുണയില്ലാത്ത മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുറേം കൂടെയൊക്കെ നന്മയുള്ള, കുറേം കൂടെയൊക്കെ ഈസി ആയിട്ടുള്ള, നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഒരു തിരിച്ചുപോക്ക്, അതായത് ഒരു തരി പോലും കരുണയില്ലാത്ത ഒരു മനുഷ്യനായിട്ട് ഇനി അഭിനയിക്കാൻ പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സാധിക്കുമോ? ഇനി സാധിക്കാതിരിക്കാൻ വഴിയൊന്നുമില്ല. ക്യാരക്ടർ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പൊ ഒരെണ്ണം ചർച്ചയിലുണ്ട്, ഒരെണ്ണം ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഒരെണ്ണം, അതിന്റെ പണികൾ ആരംഭിച്ച് നടക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി അങ്ങനെ ചെയ്യണ്ട എന്നുള്ള തീരുമാനങ്ങളൊന്നുമില്ല. അത് ഒരു വഴിക്ക് അങ്ങനെ പോവാം. എനിക്ക് ഇഷ്ടമാണ് ചെയ്യാനായിട്ടും. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പോൾ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ കൺസിൻസ്റ്റർ പട്ടത്തിനൊക്കെ ശേഷം, ആളുകൾക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. എന്തിനാണ് ഇവർ ഇത്ര ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് അറിയണ്ടാവില്ലെങ്കിലും ആളുകൾക്ക് വല്ലാത്തൊരു ഫേവറേറ്റിസം വരും അവരുടെ അടുത്തേക്ക്. ഇപ്പൊ പ്രേമത്തിന് ശേഷം വിനയ് ഫോർട്ടിനൊക്കെ കിട്ടിയ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ എന്ത് ചെയ്താലും ആളുകൾ വരുന്നിട്ട് റൂട്ടി. അപ്പൊ ആ ഫിനോമിനയ്ക്ക് ശേഷം സുരേഷ് കൃഷ്ണൻ എന്ത് ചെയ്താലും, ഇപ്പൊ ഫോട്ടോ ഇട്ടാലൊക്കെ പണ്ടത്തേക്കാൾ ഇരട്ടി ലൈക്കും ഒക്കെ വരുന്നുണ്ട്. ഈ ആളുകളുടെ ഈ ഇഷ്ടം അത് കിട്ടാൻ കുറച്ച് വൈകിപ്പോയി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതായിരിക്കും അതിന് ടൈം എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അത്രേ ഉള്ളൂ. ഇത് 10 വർഷം മുമ്പ് ഉണ്ടാവേണ്ടതാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ നമുക്ക് വരാനുള്ള ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു മാറ്റം, അതൊക്കെ ഇതിനൊരു റീസൺ ആയിരിക്കാം. ചിലപ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഒട്ടും കരുണയില്ലാത്ത അല്ലെങ്കിൽ അത്രയും ക്രൂരനായിട്ടുള്ള ഒരാളെ ചിലപ്പോൾ ആൾക്കാർ അധികം ഇഷ്ടപ്പെടില്ലായിരിക്കാം. ഇപ്പൊ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ആയിരിക്കാം ചിലപ്പോൾ നമ്മളെ അവർ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഞാൻ പണ്ടൊന്നും ഇതുപോലത്തെ ഈ പ്രൊമോഷനൊന്നും പോയിരിക്കാനോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ അപ്പം മുങ്ങുന്ന ആളാണ് ഞാൻ. അവിടെ നിന്ന് അപ്പോൾ എസ്കേപ്പ് ആവും. അപ്പൊ ഇപ്പൊ റീസെന്റ്ലിയാണ് ഞാൻ ഇതൊക്കെ വന്ന് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അപ്പൊ റിയൽ ഞാൻ എന്താണെന്നുള്ള ചിലപ്പോൾ പല ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇയാൾ എങ്ങനെയായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം. വിനയ് ഫോർട്ട് ഇപ്പൊ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഹ്യൂമർ കഥാപാത്രങ്ങളിലൊരു നിരയുണ്ടല്ലോ വിനയ് ഫോർട്ടിന്. ഇപ്പൊ അതിൽ പ്രേമുണ്ട്, റോൾ മോഡൽസിലെ ക്യാരക്ടർ ഉണ്ട്, ഇപ്പൊ ഒളുങ്ങുതിര ചടുങ്ങുതിരയുണ്ട്. അപ്പൊ ആ ഒരു ഹ്യൂമർ ചെയ്യുന്ന വിനയ് ഉണ്ടല്ലോ, അതിന്റെ ഏത് പെർസ്പെക്റ്റീവാ ഒടുങ്ങുതിര ചടുങ്ങുതിരയിൽ കിട്ടുക? ഓരോ സിനിമകളുടെ ഡിസൈൻ ആണല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അൽത്താഫിന് ഒരു ഡിസൈൻ ഉണ്ട്, ഓരോ ക്യാരക്ടറും എങ്ങനെയായിരിക്കണം. അൽത്താഫ് അങ്ങനെ മറ്റേ ടൈപ്പ്. ഇപ്പൊ ഞാൻ കുറെ ഫിലിം മേക്കേഴ്സിനൂടെ വർക്ക് ചെയ്യാനുള്ളത്, പലതരം ഫിലിം മേക്കേഴ്സിനൂടെ. ചില ആളുകൾ അൽത്താഫിന് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്, ഓരോ കഥാപാത്രം, ഓരോ ലൈൻ, അല്ലെങ്കിൽ ഇയാളുടെ അത് ലോക്ക് ചെയ്യും. ചില ആളുകൾ നമ്മളെ ഫുള്ളി ഇംപ്രവൈസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, അതല്ലത്. പിന്നെ അൽത്താഫിനൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ടഫാണ്. സ്വാതന്ത്ര്യം തരാത്ത അല്ലല്ല, സ്വാതന്ത്ര്യം തരും, പക്ഷെ അതിന് കറക്റ്റ് ഒരു മീറ്റർ ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ എല്ലാം ഇംപ്രവൈസ് ചെയ്യാനോ അങ്ങനെ അതിന്റെ ഒരു ചില പരിപാടി നമ്മൾ ഫുള്ളി ഇംപ്രവൈസ്ഡ് ആയിരിക്കും ചില സിനിമകളിലൊക്കെ. അപ്പൊ അൽത്താഫ് അങ്ങനെയല്ല, പിന്നെ കുറച്ച് ടഫാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ ഹ്യൂമർ ചെയ്യുമ്പോൾ അൽത്താഫിന്റെ ഒരു പരിപാടി, അൽത്താഫിന്റെ റൈറ്റിംഗ് പാറ്റേൺ ഉണ്ട്. റൈറ്റിംഗ് പാറ്റേൺ അത് അൽത്താഫ് ലോക്ക് ചെയ്ത സ്ക്രീൻ പ്ലേ നമ്മളുടെ ഈ ഷൂട്ടിങ്ങിന്റെ പ്രോഗ്രസ് അനുസരിച്ച്, ഓരോ കഥാപാത്രങ്ങൾ ഡിഫൈൻ ആകുന്നതനുസരിച്ച് പുള്ളി അത് മാറ്റും. ചിലപ്പോൾ തലേ ദിവസം മാറ്റിയിട്ട് അൽത്താഫ് അത് റീഡിസൈൻ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഒരു ലൈൻ ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാനും വിഷ്ണു കൂടെ അഭിനയിക്കുന്നില്ല, ഞാൻ അനുരാജ് അഭിനയിക്കും, ഞാൻ ഒരു ലൈൻ പറയുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ആ ലൈൻ പറയണം. അതിന്റെ കൗണ്ടറാണ് അനുരാജ് പറയുന്നത്. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഈ ലൈൻ പറഞ്ഞാൽ മാത്രമേ ഈ ഹ്യൂമർ വർക്ക് ആവുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ അങ്ങനെ ഡിസൈൻ ഉണ്ട്. അപ്പൊ ഈ ഒരു പെർഫോമൻസ് മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നോട് തുടക്കത്തില് പറഞ്ഞു, മറ്റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പരിപാടിയുമായിട്ട് വരരുത്. പിന്നെ ഇത് മറ്റേ ഒരു അബ്സല്യൂട്ട് കമേഴ്ഷ്യൽ സിനിമ ആയതുകൊണ്ട് ഈ എനർജിയിലായിരിക്കും ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സ് ഇത്ര ലൗഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. കാര്യം നമ്മള് മൊത്തത്തിൽ ആളുകൾ എവിടെ ഷട്ടിൽ പരിപാടിയോട് ഒരു മടുപ്പ് വന്നിട്ട് നമ്മൾ എവിടെയും മിസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഈ ക്യാരക്ടറിന്റെ ഒരു ഡയലോഗ് ഡെലിവറി സ്പീഡ് ഇതായിരിക്കും. അപ്പൊ നിങ്ങളുടെ പോസും പരിപാടിയും ഒന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന സീനിൽ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഈ ക്യാരക്ടറിന്റെ ഒരു ഡയലോഗ് ഡെലിവറിയുടെ സ്പീഡ്, ഇയാളുടെ എനർജി എല്ലാം ലോക്ക് ചെയ്തു. അപ്പൊ ഞാൻ പൊതുവെ ചെയ്യുന്ന ഹ്യൂമർ ക്യാരക്ടേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് കുറച്ചും കൂടി ഒരു ലൗഡർ വേർഷൻ, അറ്റ് ദ സെയിം ടൈം നേരത്തെ കല്യാണി പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് ക്ലിയർ ആണ്, ഭയങ്കര ഇമോഷണൽ ഹോണസ്റ്റി ഉണ്ട്. ഓരോ കഥാപാത്രങ്ങളും തമാശക്ക് വേണ്ടി തമാശ ചെയ്യുന്നില്ല, എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, ഈ ഒരു ക്രേസി എലമെന്റ് സിനിമ ത്രൂ ഔട്ട് ഉണ്ട്. സിനിമ തുടങ്ങുന്ന പോലെ സിനിമ അവസാനിക്കുന്നവരെ അൽത്താഫിന്റെ പറഞ്ഞല്ലോ കുറച്ച് ഒരു ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഡിഫറെന്റ് ഹ്യൂമർ പുള്ളിയുടെ ഇൻബിൽട്ട് ഉണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് സിനിമ തുടങ്ങുന്നതിന് അവസാനം വരെ. നമ്മൾ അങ്ങനെ തന്നെ നോക്കി കാണുക എന്ന് പറയുന്നത്.